അങ്ങനെ ബെഡ് ചെയ്യാൻ ആവശ്യമായ വൈക്കോൽ നമ്മൾ ഈർപ്പം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബെഡ് ചെയ്യാൻ ആരംഭിക്കാം. ബെഡ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഡിറ്റോൾ ഒരു കുപ്പിയിലോ ഒരു സ്പ്രേയറിലോ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതെന്തിനെന്ന് വെച്ചാൽ എന്ത് ജോലി നമ്മൾ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്താലും നമ്മുടെ കൈകൾ ആദ്യം ശുദ്ധീകരിക്കുക. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ എല്ലാം നമ്മൾ അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കൈകൾ ശുദ്ധീകരിക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡിഷോ ഒരു പാത്രമോ എന്തെങ്കിലുമാണ്. ഇതെന്തിനെന്നാൽ നമ്മൾ ഈ ബെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിത്തുകൾ പൊട്ടിച്ചിടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ആദ്യം ഒരല്പം ഡെറ്റോൾ വെള്ളത്തിൽ ക്ലീൻ ചെയ്യുക. ഇതിൽ ഡെറ്റോൾ വെള്ളം ഒഴിച്ച ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് നന്നായി തുടയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന തുണി മറ്റൊന്നിനും ഉപയോഗിക്കാതിരിക്കുക. പഴയ തുണി മതിയാകും. നല്ല രീതിയിൽ കഴുകി ചൂടുവെള്ളത്തിലോ ഡെറ്റോൾ വെള്ളത്തിലോ അണുവിമുക്തമാക്കിയ ശേഷം നമ്മൾ കൂൺ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലെടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഇതിന് മാത്രമായി മാറ്റിവെക്കുക. ഇനി നമുക്ക് വേണ്ടത് കൂൺ വിത്താണ്. ഈ വിത്ത് ഒരു പാക്കറ്റ് 300 ഗ്രാമാണ്. ഈ 300 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് 2 കൂൺ ബെഡ് ചെയ്യാൻ ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂൺ വിത്ത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വാങ്ങുക. പഴയ കൂൺ വിത്തുകളാണെങ്കിൽ അത് മുളയ്ക്കാതിരിക്കാം, ബെഡ് അഴുകിപ്പോകാൻ കാരണമാകാം, വിത്തുകൾ അഴുകിപ്പോകാം, ഇതിൽ പുഴുക്കളുണ്ടാകാം. അങ്ങനെ പലതരം പ്രശ്നങ്ങളും കീടബാധകളും രോഗബാധകളും ഒക്കെ ബെഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വിത്ത് വാങ്ങുക. തെക്കൻ കേരളത്തിൽ വെള്ളായണി കാർഷിക കോളേജിലാണ് ഏറ്റവും നല്ല വിത്ത് ലഭിക്കുന്ന കേന്ദ്രം എന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ നേരിട്ട് പോവുകയും അവിടെ നിന്ന് 50 ചിപ്പിക്കൂൺ പാക്കറ്റ് വിത്ത് വാങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബെഡ് ചെയ്യാൻ ആവശ്യമായ കവറാണ്. ഇതിന് പൊതുവെ ഉപയോഗിക്കുന്നത് PP കവറാണ്. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ PP കവർ അന്വേഷിച്ചിട്ട് ലഭിക്കാതെ വന്നപ്പോൾ 5 കിലോ അരി പാക്ക് ചെയ്യുന്ന HM കവറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് പലചരക്കിൻ്റെ ഹോൾസെയിൽ കടകളിൽ നിന്ന് ലഭിക്കും. സ്റ്റേഷനറി ഹോൾസെയിൽ സാധനങ്ങൾ ലഭിക്കുന്ന കടകളിലും ലഭ്യമാണ്. HM കവറാണ്. 5 കിലോ അരിയൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറാണിത്. ഇതാണ് ഞാൻ വാങ്ങിയ കവറ്. ഈ കവറ് 1 കിലോ 200 രൂപയാണ് വില. ഇതിൽ ഏതാണ്ട് 100 പീസിന് അടുത്തുണ്ടാകും. അതായത് 90നും 100നും ഇടയ്ക്കുണ്ടാകും. ഞാൻ വാങ്ങിയത് 93 പീസായിരുന്നു ഇതിനുള്ളിലുണ്ടായിരുന്നത്. ഇനി വേണ്ടത് ഈ ബെഡിൻ്റെ കവറുകൾ കെട്ടിവെക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറുകളാണ്. റബ്ബറോ നൂലോ കെട്ടുവള്ളിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സൂചിയാണ്. ഇത് സൂചിയാകാം, മൊട്ടുപിന്നാകാം, സേഫ്റ്റി പിന്നാകാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് അല്പം ഡെറ്റോൾ വെള്ളത്തിൽ അണുനശീകരണം വരുത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി അണുനശീകരണം വരുത്തുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ബെഡ് ചെയ്ത ശേഷം ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെഡ് ചെയ്യാൻ ആരംഭിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു പാക്കിംഗ് കവർ എടുക്കുക. അപ്പോൾ ഈ കവറിൻ്റെ അടിഭാഗം നമുക്ക് കാണാം, ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബെഡ് നമുക്ക് ഒരു സിലിണ്ടറിക് ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടാകും. സിലിണ്ടറിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്താകൃതിയിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക് ഷേപ്പ് അടിഭാഗത്ത് കിട്ടത്തില്ല. അത് ലഭിക്കുന്നതിന് വേണ്ടി ഈ അടിഭാഗം നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടാം. അങ്ങനെ കെട്ടിയ ശേഷം ഈ കവറിനെ നമുക്കൊന്ന് മറിച്ചിടാം. അങ്ങനെ അകംഭാഗം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
അങ്ങനെ മറിച്ചിട്ട ശേഷം നമ്മൾ കൈകൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ അടിവശം നല്ല സിലിണ്ടറിക് ഷേപ്പിൽ അഥവാ ഒരു നല്ല വൃത്താകൃതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കവർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വിത്ത് പാക്കറ്റ് പൊട്ടിച്ച് ഈ ട്രേയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതായത് ഉടച്ച്, ഇത് നെല്ലിലുണ്ടാക്കിയ വിത്താണ്. അപ്പോൾ ഓരോ നെന്മണിയും പ്രത്യേകമായി വരത്തക്ക രീതിയിൽ, ചെറിയ രീതിയിൽ, വലുതായിട്ട് നമ്മൾ പൊടിച്ചെടുക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ വിരൽ കൊണ്ട് പതുക്കെ ഈ നെന്മണികൾ വേർപെട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. നെന്മണികൾ നല്ല രീതിയിൽ വേർപെട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനെ 2 ഭാഗങ്ങളായിട്ട് മാറ്റി വയ്ക്കണം. ഇങ്ങനെ 2 പകുതികളായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 ബെഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് വിത്തെടുക്കുക. വിത്തെടുത്ത ശേഷം ഈ കവറിൻ്റെ അടിഭാഗത്ത് ഒന്ന് വിതറുക. അധികം വേണ്ട, കുറച്ച് മതി. ശേഷം ഒരു പിടി വൈക്കോലെടുത്ത് ചുമ്മാട് രൂപത്തിൽ ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടില്ലേ? ചുമ്മാട് രൂപത്തിൽ ഇതുപോലെ ചുറ്റിയെടുത്ത് ഈ കവറിനുള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചുമ്മാട് വയ്ക്കുമ്പോൾ ഈ വശങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരല്പം വൈക്കോൽ വെച്ച് ഫില്ല് ചെയ്യണം. എന്തിനാണ് ഈ വശങ്ങളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വശങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ വിത്ത് വിതറുന്നത്. അപ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ വിത്ത് നേരെ ചെന്ന് താഴേക്ക് പോകും. അപ്പോൾ ലെയർ ബൈ ലെയറായി നമുക്ക് ഈ വിത്ത് പാകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വശങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിത്തിടാൻ ആരംഭിക്കാം. ഈ വശങ്ങളിൽ കൂടിയാണ് വിത്തിടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, വിത്ത് ഇങ്ങനെ കയ്യിലെടുത്ത ശേഷം ഈ വിരലിൻ്റെ അടിഭാഗം കൊണ്ട് വൈക്കോലിനെ ഒന്ന് അമർത്തി കൊടുക്കുകയും തള്ളവിരൽ കൊണ്ട് വിത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ അമർത്തിയ ശേഷം ഇങ്ങനെ കുറേശ്ശെയായി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വിത്ത് താഴേക്ക് പോയത്. അപ്പോൾ അതുപോലെ ഗ്യാപ്പ് വരാതെ ഫില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇനി റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ മൈസീലിയം പടർന്നു കഴിഞ്ഞാൽ ഈ മൈസീലിയത്തിൽ നിന്നും ഉറപ്പായും കൂൺ ലഭിക്കുന്നതാണ്. പിന്നെ ഇത് കാണാനൊരു ഭംഗി അത്ര തന്നെ. നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കൂൺ ബെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗി കാണുമ്പോൾ അവർക്ക് തോന്നുക ഇയാൾ നല്ലൊരു കർഷകനാണ്, ഇതേക്കുറിച്ച് അറിയാവുന്ന ആളാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ഇനി അടുത്ത ഒരു പിടി വൈക്കോൽ എടുക്കുക. ഏതാണ്ട് ഇതേ ഘനത്തിൽ ചുമ്മാട് പോലെ ആക്കി ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ഇത് ചുമ്മാട് പോലെ തന്നെ ആക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വെറുതെ വൈക്കോൽ വാരിയിട്ട് ഇങ്ങനെ അമർത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും ബെഡ് ചെയ്യുമ്പോൾ വൈക്കോൽ ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കണം. വശങ്ങളും മധ്യഭാഗവും ഒക്കെ ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. വശങ്ങളിൽ എവിടെയെങ്കിലും ഗ്യാപ്പുകളുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശേഷം അടുത്ത ലെയർ വിത്തിട്ട് കൊടുക്കുക.
അപ്പോൾ ഈ 2 ലെയറുകൾക്കിടയിൽ ഏകദേശം 2 ഇഞ്ച് ഘനമുണ്ടാകണം എന്നാണ് പറയപ്പെടുന്നത്. അത് 2 ഇഞ്ച് ഒരല്പം 2.5 അല്ലെങ്കിൽ 1.5 ഒക്കെ ആയിപ്പോയി എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് നമ്മൾ സ്കെയിലെടുത്ത് അളക്കാനൊന്നും നിൽക്കണ്ട. ഒരു ഏകദേശം ഒരു ലെയറിൻ്റെ ഘനം 2 ഇഞ്ചാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി 3ാമത്തെ ലെയർ ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ വിത്ത് വിതറി കൊടുക്കാം. അങ്ങനെ 3 ലെയറുകൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ലെയർ. അവസാന ലെയർ വിത്ത് മുഴുവൻ വശങ്ങളിലൂടെയല്ല വിതറേണ്ടത്. കുറച്ച് വശങ്ങളിലും കുറച്ച് മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെയും വിതറി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വശങ്ങളിൽ വിതറി. അപ്പോൾ ഈ ബാക്കിയിരിക്കുന്ന ഈ വിത്ത് മുകളിലൂടെ ഇങ്ങനെ മൊത്തത്തിൽ വിതറി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഈ കവറിനെ നന്നായി അമർത്തുക. നമ്മൾ ഏതൊരു ചെടി നട്ടാലും ഏതൊരു വിത്ത് വിതച്ചാലും അത് മണ്ണുമായൊരു ബന്ധം വരുന്നതിന് വേണ്ടി അതിൻ്റെ ചുവട്ടിലൊന്ന് അമർത്തി കൊടുക്കാറുണ്ട്. അതുപോലെ നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഈ വിത്തും മാധ്യമവും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ബെഡ് ഒന്ന് പിടിച്ച ശേഷം ഇത് കെട്ടുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിയിലും വശങ്ങളിലും ഒക്കെ ഈ സൂചി കൊണ്ട് അല്ലെങ്കിൽ മുട്ടുപിൻ കൊണ്ട് അതുമല്ലെങ്കിൽ സേഫ്റ്റി പിൻ കൊണ്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ ബെഡിലേക്ക് വായു സഞ്ചാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് കെട്ടിയതിന് ശേഷം സുഷിരങ്ങളിട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സുഷിരങ്ങളിട്ട ശേഷം നമ്മൾ കെട്ടുകയാണെങ്കിൽ ഇതിനുള്ളിലെ എയർ പരിപൂർണമായും പുറത്ത് കളഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ടൈറ്റായിട്ട് കെട്ടാൻ കഴിയും. അപ്പോൾ അടിഭാഗത്തും സൈഡ് വശങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് സുഷിരങ്ങൾ ഇട്ട് കൊടുക്കാം. എത്ര സുഷിരങ്ങൾ ഇടണം എന്ന് ചോദിച്ചാൽ അതിനെണ്ണമില്ല. അതിൻ്റെ എല്ലാ വശങ്ങളിലും സുഷിരങ്ങൾ എത്തത്തക്ക രീതിയിൽ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വായു പുറത്ത് കളഞ്ഞ് അമർത്തിയ ശേഷം നമുക്ക് റബ്ബറിട്ട് ടൈറ്റായി കെട്ടിക്കൊടുക്കാം. അവസാനം വരുമ്പോൾ ഈ മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നത് നല്ലതാണ്. കാരണം ഇതിന് മുകളിൽ കൂടി പ്രാണികൾ ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതിനും നമ്മൾ 15 ദിവസത്തിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇതിനുള്ളിലൂടെ വെള്ളം അമിതമായി അകത്തേക്ക് പോകാതിരിക്കുന്നതിനുമൊക്കെ അത് ഉപകരിക്കും. അങ്ങനെ ആദ്യത്തെ ബെഡ് റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, വശങ്ങളിലൂടെ വിത്തുകൾ വിതറിയിരിക്കുന്നത് നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ബെഡ് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബെഡ് ചെയ്യാൻ ആരംഭിക്കാം.
അങ്ങനെ നമ്മുടെ ബെഡുകൾ റെഡിയായിട്ടുണ്ട്. ഇവിടെ സ്റ്റെറിലൈസ് ചെയ്തിട്ടിരുന്ന വൈക്കോൽ വെച്ച് 10 ബെഡുകൾ ഇന്ന് നമ്മൾ റെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെഡുകളെ നമുക്ക് ഉറിയിൽ തൂക്കിയ ശേഷം ഓരോ ദിവസവും അതിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം.